നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. ഇത് മാത്രം പഠിച്ചാൽ മതി USSന്. അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു ഇതിലുള്ളത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലായിരിക്കും അല്ലേ? USS എക്സാം ആവാറായി. അപ്പൊ എന്തൊക്കെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാ മാർക്ക് കിട്ടുക, മിസ് എനിക്ക് എക്സാമിന് പാസ്സാവണം, എനിക്ക് USS കിട്ടണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇപ്പൊ മിസ് വന്നിരിക്കുന്നത്. മക്കളെ, ഇതുവരെയുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആണല്ലോ, അടിപൊളിയാക്കി പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് USSന് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്താണ്, ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് USS എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അരിച്ചു പെറുക്കി പഠിക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെടാ? ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം, ഒരു ദിനാന്ത സഞ്ചാരം, പിന്നെയോ മനസ്സിലെ കിളി, പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ, നക്ഷത്രം, എന്നും ഈ യാത്ര, കാവ്യനർത്തകി, വാക്ക്, പടക്കളത്തിലേക്ക്, കാൽവിരലിൽ വിരിയും കവിത, ചിത്രശലഭങ്ങൾ, മീനോളം, പെയ്തു തീരാത്ത സ്വപ്നം പോലെ, മുത്തശ്ശി കഥയിലൂടെ കിളി അയാളോട് സംസാരിക്കുന്നു. ഈ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്, 14 ചാപ്റ്റേഴ്സ് ആണ് നമ്മളെ കേരള പാഠാവലിയിൽ വരുന്നത്. എന്നാൽ നമ്മളെ അടിസ്ഥാന പാഠാവലിയിൽ വരുന്നതോ ഗ്രാമശ്രീകൾ, കുമ്മാട്ടി, വിത്തെന്ന മഹാത്ഭുതം, ഫാത്തിമത്തുരുത്ത്, കാട്, ആരത്, കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം, നാളത്തെ പൊന്മാൻ, കൈകോർത്തവർ പറഞ്ഞത്, അവസാനത്തെ ഇല. ഇതൊക്കെയാണ് നമുക്ക് അടിസ്ഥാന പാഠാവലിയിൽ വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പം ഈ പാഠങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ കുറേ ക്ലാസ്സസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി സെറ്റാക്കി പഠിച്ചതാണ്. മാത്രമല്ല USS എക്സാമിനോട് സംബന്ധിച്ചിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാലും എക്സാം ആവാറായപ്പോൾ ഒന്നും കൂടെ എൻ്റെ മക്കളെ ഹെൽപ്പ് ചെയ്യണമെന്ന് മിസ്സിന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എന്തായാലും കറക്റ്റ് ആയിട്ടൊക്കെ ഒന്നും കൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. യെസ്, ഇനി നിങ്ങൾക്ക് കുറച്ച് GK പഠിച്ചാലോ? നിങ്ങൾക്ക് എക്സാമിന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതി ഏത്? മക്കളെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അഗ്നിസാക്ഷി. എന്താണ്? ആത്മകഥ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടാത്ത കൃതിയാണ് ചോദിക്കുന്നത്. അഗ്നിസാക്ഷിയാണ് പെടാത്തത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ നിന്ന് കവിയെ തിരിച്ചറിയുക. 1923 ഓഗസ്റ്റ് 22 ജനിച്ചു. കോളേജ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, സപ്തസ്വരം എന്നിവ പ്രധാന കൃതികൾ. ആരാണ് മക്കളെ? ആരാണ്? G. കുമാരപിള്ള. ആരാണ്? G. കുമാരപിള്ള. അടുത്ത ചോദ്യം. എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് കർഷകർ പാടത്ത് പൊന്നു വിളിക്കുന്നത്, വിളയിക്കുന്നത്. നമുക്ക് പെണ്ണെടുക്കാം. യെസ്, വൈറ്റ് എടുക്കാം അല്ലെ? എവിടെയാണ്? എവിടെത്തി? പൊന്നു വിളയിക്കുന്നത്. അടിവരയിട്ട ശൈലിയുടെ അർത്ഥം എന്ത്? എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് കർഷകർ പാടത്ത് പൊന്നു വിളയിക്കുന്നത്. അടിവരയിട്ട ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം എന്താണ്? കഠിനമായി പ്രയത്നിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ചൊല്ല്? എന്താണ്? എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മലയാളത്തിലെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 താഴെ കൊടുത്തവയിൽ ശ്രേഷ്ഠ ഭാഷാ ഗണത്തിൽ പെടാത്ത ഭാഷ ഏത്? അപ്പം ഒരുപാട് ഭാഷകളൊക്കെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരും മക്കളെ, സംശയപ്പെടണ്ട. ബംഗാളിയാണ് കേട്ടോ, ബംഗാളിയാണ്. അടുത്ത ചോദ്യം. നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രഥമ മലയാളി എഴുത്തുകാരൻ ആരാണ്? പ്രധാന മലയാളി എഴുത്തുകാരനെ ചോദിക്കുന്നത് വേറെ ആരുമല്ല, തകഴി ശിവശങ്കര പിള്ള. നിന്നേക്കാൾ കുറേയധികം ഓണം ഉണ്ടവനാണ് ഞാൻ. എന്താണ്? നിന്നേക്കാൾ കുറേയധികം ഓണം ഉണ്ടവനാണ് ഞാൻ. ഇതിലൂടെ വ്യക്തമാക്കുന്ന ആശയം എന്താണ്? ഉത്തരം എന്താണ്? എനിക്ക് നിന്നേക്കാൾ പ്രായവും അനുഭവ പരിചയവും ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് എക്സ്ക്യൂസസ് പറഞ്ഞ് പോയാൽ നമ്മളിപ്പോൾ ചെയ്ത തെറ്റ് നമ്മൾ ചിലപ്പോൾ സമ്മതിക്കൂല. അപ്പം പറയും നിന്നേക്കാൾ ഒരു ഓണം
എന്താ പറയാ കൂടുതൽ ഉണ്ട് ആളാണ് കേട്ടോ ഞാൻ, എന്നോട് വേണ്ട, അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് നിന്നേക്കാൾ പ്രായവും അനുഭവ പരിചയവും ഉണ്ട്. അടുത്ത ചോദ്യം, ഇഷ്ടനായകനെ ജനക്കൂട്ടം കൺനിറയെ കണ്ടു. കൺനിറയെ കാണുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൺനിറയെ കാണുക, കണ്ട് തൃപ്തി വരുക. എന്താണ് ഉത്തരം? കണ്ട് തൃപ്തി വരുക. അടുത്ത ചോദ്യം, കൈയാടിയാലേ ആടൂ. എന്താണ്? കൈയാടിയാലേ വായ് ആടൂ. ഈ ശൈലിയുടെ ആശയം എന്താണ്? അധ്വാനിച്ചാലേ ആഹാരത്തിന് വഴിയുണ്ടാകൂ. അധ്വാനത്തിന്റെ അധ്വാനത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. കൈയാടിയാലേ വായാടൂ. ഈ ശൈലിയുടെ ആശയം എന്ന് പറഞ്ഞാല് അധ്വാനിച്ചാലേ ആഹാരത്തിന് വഴിയുണ്ടാകൂ. കൂട്ടിത്തിന്നാൻ ഒന്നാന്തരം ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. ഈ കടങ്കഥയുടെ ഉത്തരം എന്ത്? കൂട്ടിത്തിന്നാൻ ഒന്നാന്തരം ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. ഈ കടങ്കഥയുടെ ഉത്തരം എന്ത്? ഉപ്പ്. ഉപ്പ് ഇടേണ്ടടുത്ത് ഉപ്പ് ഇടന്നെ വേണം. അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന് രുചിയുണ്ടോ? രുചിയില്ല. എന്നാൽ ഉപ്പ് മാത്രം വാരി തിന്നാണെങ്കിലോ ആരെങ്കിലും കഴിക്കുമോ? അങ്ങനെ ഇല്ല. അതാണ് പറയുന്നത്. കൂട്ടിത്തിന്നാൻ ഒന്നാന്തരം ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. അത്താഴം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? അത്താഴം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിക്കുന്നത്. വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? നമുക്കിവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നുമില്ല, നേരെ ഉത്തരത്തിലേക്കാണ്. മുത്താഴം എന്നാണ് മക്കളെ വിപരീത പദം കേട്ടോ. ക്ഷണനം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം എന്താണ്? സമാനമല്ലാത്ത. ക്ഷണനം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം ഏത്? സമാനമല്ലാത്ത പദം വിളിക്കൽ. എന്താണ്? വിളിക്കൽ. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ടേ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ തരൂ കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഉത്തരം ഇതാണെന്ന് ഉറപ്പിച്ച് പഠിച്ചു പൊക്കോളൂ. കാർകൂന്തൽ നന്നായി കുടഞ്ഞു കിട്ടി. കാർകൂന്തൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? കാർകൂന്തൽ. ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലെ? എന്താ മക്കളെ? കറുത്ത മുടി. കറുത്ത മുടി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇങ്ങനെ പാടിയ കവി ആരാണ്? സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ആരുടേതാണ്? കുമാരനാശാന്റെ. ആരതാണ്? കുമാരനാശാന്റേതാണ്. ചിത്തം എന്ന പദത്തിന്റെ പകരം പദം. മക്കളെ USSന് നമുക്ക് ഇതേപോലെ വിപരീത പദങ്ങളും പകരം പദങ്ങളും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? പകരം പദമാണ് ചോദിക്കുന്നത്. അത് എന്തിന്റെ? ചിത്തം എന്ന പദത്തിന്റെ പകരം പദം എന്താണെന്ന് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? മനസ്സ്. എന്താണ്? മനസ്സ് നന്നാവട്ടെ അല്ലേ? അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏത്? മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം. ഒരു മലയാളം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ഇങ്ങനെയുള്ള നോളജ് ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം ഏതാണ് മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞോളൂ. രാമചന്ദ്ര വിലാസം. എന്താണ്? രാമചന്ദ്ര വിലാസം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ആരാണ്? ഇതിൽ ആർക്കും സംശയം ഉണ്ടായിരിക്കില്ല അല്ലെ? ആരാണ്? ഉണ്ണായി വാര്യർ. കാച്ചിക്കുറുക്കിയ കവിതകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ കവിതകളെയാണ്? കാച്ചിക്കുറുക്കിയ കവിതകളുടെ വക്താവ് ആരാണ്? യെസ്, വൈലോപ്പിള്ളിയാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ വക്താവ് എന്ന് അറിയപ്പെടുന്നത്. കഴുത്തിൽ നുകം വെക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കഴുത്തിൽ നുകം വെക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കീഴ്പ്പെടുത്തുക. എന്താണ്? കീഴ്പ്പെടുത്തുക. അപ്പൊ മക്കളെ നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് വരും. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ കവർ ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയതാണ്. ഓരോ ചാപ്റ്റേഴ്സിനും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക, എങ്ങനത്തെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? എന്നാൽ കുറച്ച് നിങ്ങൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെടണം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് USS നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും എക്സാം ഒക്കെ അടിപൊളിയാക്കി എഴുതാ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.